Parade Second in Command, Sub-Inspector. Officers! Row! Sword! ആദ്യം സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് അഭിവാദ്യം ചെയ്യുവാൻ കടന്നു വരുന്നു. ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ മുഹമ്മദ് ആഷിഖ് നയിക്കുന്ന ലോക്കൽ പോലീസ് മെൻ പ്ലട്ടൂൺ കൊല്ലം സിറ്റി. ശ്രീമതി സൂര്യ എസ് നയിക്കുന്ന എക്സൈസ് ഗാർഡ് പ്ലട്ടൂൺ. ഓഫീസർ ശ്രീ അനന്തു നയിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ പ്ലട്ടൂൺ. അഭിവാദ്യ HPC ബോയ്സ് പ്ലട്ടൂൺ കൊല്ലം സിറ്റി നയിക്കുന്ന SPC ഗേൾസ് പ്ലട്ടൂൺ കൊല്ലം സിറ്റി. TKM ഹയർ സെക്കൻഡറി സ്കൂൾ കരിക്കോട്. പരസ്പരം സഹായിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറാനും അധിനിവേശം നടത്താനും ആരെയും അനുവദിക്കാതെ ഇന്ത്യയിലെ പല തെറ്റായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെതിരെ പോരാടാനും വിജയിക്കാനും കഴിഞ്ഞതും അതിന് മാതൃകയാകാൻ കഴിഞ്ഞതും കേരളത്തിനാണ് എന്ന് നമ്മൾ ഈ കൊച്ചി കേരളത്തിൽ നിന്ന് അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട്. എന്നും ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കേരളം, ഇവിടുത്തെ ജനങ്ങൾ മതേതരത്തിന് മൂല്യം നൽകുന്ന കേരളത്തിലെ ജനങ്ങൾ, അതാണ് ഈ രാജ്യത്തിന് എന്നും മാതൃകയാകുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടേക്ക് യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക: ഉണരും, എഴുന്നേൽക്കും, കഠിനാധ്വാനം ചെയ്യുക. ഈ രാജ്യത്തെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡക്ടിവിറ്റിയുള്ള രാജ്യമാക്കി, ഏറ്റവും അധികം ഉൽപ്പന്നങ്ങളും കാർഷികോൽപ്പന്നങ്ങളും മറ്റുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന ഒരു രാജ്യമാക്കി ലോകം ഇന്ത്യയിലേക്ക് നോക്കുകയാണ്. ഏത് രംഗത്തും, വാഹനങ്ങളുടെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും എല്ലാം ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ, ബഹിരാകാശ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന പദ്ധതികളിലൂടെ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുകയാണ്. നമ്മുടെ
നമ്മുടെ രാജ്യം ശ്രദ്ധിക്കപ്പെടുന്നു ലോകമെമ്പാടും. ആ ശ്രദ്ധ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി അഭിമാനത്തോടെ കണ്ടുകൊണ്ട് ഈ രാജ്യത്ത് തന്നെ ജനിച്ച് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടാകണം. വിദേശ രാജ്യങ്ങളിൽ പോലും ആളുകൾ ഇന്ത്യയിലേക്ക് തൊഴിൽ തേടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്തെ മനുഷ്യന്റെ അധ്വാനം അത് സത്യസന്ധതയോടെ നേരോടെ കഠിനാധ്വാനം ചെയ്താൽ നമ്മുടെ രാജ്യത്തെ ഇനിയും ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ ജാതി മത ചിന്തകൾ പാടില്ല, ഭാഷ അടിസ്ഥാന ചിന്തകൾ പാടില്ല. ഇന്ത്യ ഒന്നാണ്, ഭാരതം ഒന്നാണ്, ഭാരതീയൻ ഒന്നാണ് എന്ന ചിന്ത. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് നമ്മെ പഠിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരമായ ത്യാഗത്തിന്റെ കഥകൾ ഓർക്കുകയാണ്. അവർ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന് മുമ്പിൽ നമ്മൾ ശിരസ് നമിച്ചു. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി പോരാടി നമ്മുടെ രാജ്യത്തെ അതിർത്തികളിൽ നിന്നും ഭാരതത്തിനുള്ളിൽ നിന്നും സംരക്ഷിക്കുന്ന സേനാംഗങ്ങളോടുള്ള ആദരവ് അർപ്പിച്ചു. അവരെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ വളരെ ബഹുമാനപൂർവ്വം അവരുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ രാജ്യത്തിന് ഇന്ന് വെല്ലുവിളികളെ നേരിടാൻ കരുത്തുള്ള ഒരു സൈന്യവും അതുപോലെ സേനാ വിഭാഗങ്ങളും ഉദ്യോഗസ്ഥ വിഭാഗങ്ങളും എല്ലാം സത്യസന്ധയോടെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഭാരതത്തെ എത്തിക്കാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ റിപ്പബ്ലിക് ദിനത്തെ സ്വീകരിക്കാം. ഇവിടെ ഈ പരേഡിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ സേനാ വിഭാഗത്തിൽപ്പെട്ടവർക്കും, എന്റെ പ്രിയ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത ദേശസ്നേഹികളായ നാട്ടുകാർക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Local Police Men Platoon, Kollam. Fire and Rescue Platoon, Commander Sri Anandu. Parade Second in Command, District Headquarters.